രാജാവേ, ആ കാണുന്നവൻ അങ്ങയുടെ സീറ്റിലായിരിക്കുന്നേ. ഞാൻ അവന്റെ അടുക്ക് ചെന്നിട്ട് ഇപ്പൊ പറയാം, അങ്ങ് രാജവംശത്തിൽ പിറന്നവനാണെന്നും ഈ സീറ്റ് അങ്ങയുടേതാണെന്നും. അതൊന്നും സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം. നീ നിന്റെ സീറ്റിൽ പോയി ഇരിക്കാൻ നോക്ക്. സർ, താങ്കൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്ക് നല്ല ചൂടുള്ള സമൂസകൾ തരൂ. സമൂസ ഇവിടെ ഇല്ല സർ. എന്താ പറഞ്ഞ? സമൂസ ഇല്ലെന്നോ? എനിക്ക് സമൂസ വേണം, സമൂസ തന്നെ വേണം, അതും നല്ല ചൂടോടെ. ഇനി സമൂസ തന്നില്ലെങ്കിൽ ഞാൻ ചെന്ന് കംപ്ലൈന്റ് ചെയ്യും. എന്നിട്ട് ഈ എയർലൈൻസിന് അടച്ച് പൂട്ടിക്കും ഞാൻ. എന്റെ പൊന്നു മോട്ടോ, നമുക്ക് ഈ ടിക്കറ്റ് ലക്കി ഡ്രോയിൽ കിട്ടിയതാണ്. അതിൽ 2 രാത്രിയും 2 പകലും ഗോവയില് താമസവും ഭക്ഷണമൊക്കെ ഫ്രീ ആണ്. വലിയ ഷോ ഒന്നും കാണിക്കാതെ കിട്ടുന്നത് വാങ്ങി തിന്ന് മിണ്ടാതിരുന്നോ. സമൂസ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും ഈ പ്ലെയിനിൽ നിന്ന്. സമോസ കിട്ടുമെങ്കിൽ എനിക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇത് നജഫ്ഘട്ടിലെ രാജാവാണല്ലോ. സർ, ആൽഫ 1 സീറ്റിൽ നജഫ്ഘട്ടിലെ രാജാവാണ്. അദ്ദേഹം പറഞ്ഞത് സമൂസ കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എയർലൈൻ പൂട്ടിക്കുമെന്നാണ്. രാജവംശോ, അവരൊക്കെ വലിയ ആൾക്കാരാണല്ലോ ദൈവമേ. ആൽഫ ടു ചാർലി, ചാർലി ടു ആൽഫ. ഐ നീഡ് സമൂസ, ലോട്ട്സ് ഓഫ് സമൂസ. നല്ല ചൂടുള്ള സമൂസകൾ പെട്ടെന്ന് വേണം. പറ്റുന്ന എത്രയും വേഗം എത്തിക്കുക. ചൂടുള്ള സമൂസകൾ എത്തിക്കുക. താങ്ക്സ് ഫോർ ഫാസ്റ്റ് ഡെലിവറി. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഉടനെ വരാം. സർ, ഇത് കഴിക്കൂ. അങ്ങേക്ക് വേണ്ടി ചൂടുള്ള സമൂസ. ഓ താങ്ക് യു. എന്തിനാ ഈ കത്തിയും സ്പൂണും ഒക്കെ? ഇതൊക്കെ എടുത്തോണ്ട് പോ നിങ്ങള്. ഈ പ്ലേറ്റും എടുത്ത് മാറ്റ്. എന്നിട്ട് ആ ട്രേ ഇങ്ങോട്ട് വെക്ക്. എക്സ്ക്യൂസ് മീ, ഒരു സമോസ എനിക്കും കൂടി തരാമോ? അവിടെ പോയിരിക്കൂ പ്ലീസ്. നോക്കൂ, ഇപ്പൊ രാജാവ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഈ പ്ലെയിനിൽ ഒരു ബോംബുണ്ട്. അതിന്റെ റിമോട്ട് എന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് എന്താ കണ്ടൂടെ രാജാവ് ഭക്ഷണം കഴിക്കുന്നത്? അവിടെ എങ്ങാനും ഇരിക്കും. ഞാൻ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നിനക്കെന്താ പറഞ്ഞത് കേട്ടൂടെ? പറഞ്ഞതല്ലേ അവിടെ പോയിരിക്കാൻ. രാജാവ് ഒന്ന് കഴിച്ചു കഴിഞ്ഞോട്ടെ, പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ. എക്സ്ക്യൂസ് മീ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇയാളെ അനുസരിക്കുന്നതാണ് നല്ലതെന്ന്. അയാളല്ല രാജാവ്, ഞാനാണ്. അപ്പൊ ഇയാളാരാ? അവൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങളെന്താ മൈൻഡ് ചെയ്യാത്തത്? ഞാനിവിടെ പിക്നിക്കിന് വന്നൊന്നുമല്ല, ഞാൻ ടെററിസ്റ്റ് ആണ്. ഈ പ്ലെയിൻ ഞാൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. മോട്ടോ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യും. ഐഡിയ. അവന്റെ കയ്യിൽ നിന്ന് റിമോട്ട് മേടിച്ചിട്ട് ഓടിക്കോ. രക്ഷിക്കണേ, 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 ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. നൈസ് മീറ്റിംഗ് യു. നിന്റെ ഷെയ്ക്കാൻ വാങ്ങിക്കാന്നല്ല ഞാൻ വന്ന്. എന്റെ റിമോട്ട് കാണാ. ആ റിമോട്ടിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. നിങ്ങളത് എങ്ങോട്ടൊക്കെ എറിഞ്ഞെന്ന് പറഞ്ഞാലും അത് തിരിച്ചു വന്ന് ആ പ്ലെയിനിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ആ റിമോട്ട് മര്യാദയ്ക്ക് എന്റെ കൈത്താ. അതിലുള്ള ചുമന്ന ബട്ടൺ കാണും, അമർത്തിയാൽ ഈ പ്ലെയിൻ മൊത്തം പൊട്ടിത്തകരും. ഏത് ചുമന്ന ബട്ടൺ? ഇതാണോ? ഈ മ്യൂസിക് വളരെ നന്നായിട്ടുണ്ട്. നീ ഇപ്പോഴും ഈ പാട്ട് കേട്ടോണ്ടിരിക്കുവാണോ? അതിലെ ആ സ്വിച്ച് ഓഫ് ചെയ്യ്, അല്ലെങ്കിൽ ഈ പ്ലെയിൻ പൊട്ടിത്തെറിക്കും. മര്യാദയ്ക്ക് ആ റിമോട്ടിന്റെ കൈത്താ. പ്ലെയിനിൽ നിന്ന് കൈ വിടരുത്. പത്ലു, എനിക്ക് അങ്ങനത്തെ യാതൊരു ചിന്തയുമില്ല. മുകളിലുള്ളവനെ എന്തെങ്കിലും ചെയ്യൂ. സോറി.
ടെററിസ്റ്റ് സഹോദര, എനിക്കിപ്പോ ക്ഷയിക്കാൻ തരാൻ പറ്റില്ല. അങ്ങനെ തരാൻ ശ്രമിച്ചാൽ ഞങ്ങളെ രണ്ടുപേരും താഴെ ഞാൻ പോകും. ക്ഷയിക്കാൻ തരാനൊന്നും അല്ല വന്നേ, ഞാൻ രക്ഷിക്കാൻ വന്നതാ. എന്റെ റിമോട്ട് താടാ. താങ്ക് യു ചേട്ടാ. താങ്ക് യു വല്യേട്ടാ. എന്ത് താങ്ക് യു? പ്ലെയിൻ ഞാനാണ് ഹൈജാക്ക് ചെയ്തത്. എന്നിട്ടിപ്പോ നീ എന്നെ പേടിപ്പിക്കുന്നു. റിമോട്ട് മര്യാദക്ക് തിരിച്ചു തന്നു, അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ആദ്യം പറ ബോംബ് എവിടെ ഇരിക്കുന്നെന്ന്. എനിക്ക് ബോംബ് ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. ഞാൻ പറയുന്നതൊക്കെ എന്താണ് ആരും സീരിയസ് ആയിട്ട് എടുക്കാത്ത? ബാ എന്റെ കൂടെ. ഐഡിയ. സാറേ, ഇതാ ബോംബ്, പുറത്തേക്ക് കളഞ്ഞേക്ക്. ബോംബോ? എന്താ പറയുന്നത്? പൊളിച്ചേ, ബോംബ് പോയേ, നമ്മളെ രക്ഷപ്പെട്ടു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പൈലറ്റിന്റെ ബോധം പോയി. ഇപ്പൊ പ്ലെയിൻ ഓടിക്കാൻ ആരുമില്ല. ഇല്ലില്ല, എന്നെ രക്ഷിക്കൂ. ഹെൽപ്പ് മീ. എനിക്ക് ഇപ്പോഴേ മേലോട്ട് പോകാൻ താല്പര്യമില്ല. എന്നെ രക്ഷിക്കൂ. എടോ, നീയല്ലേ പ്ലെയിനിനുള്ളിൽ ബോംബ് വെച്ചവൻ. എന്റെ ബോംബ് വെച്ചില്ലേ പ്ലെയിന് പറക്കില്ലായിരുന്നോ? ആ ബോംബ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, റിമോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞാൻ മാത്രമേ ഒറിജിനൽ ഉള്ളൂ. ആരെങ്കിലും ഈ പ്ലെയിൻ ഒന്ന് പറപ്പിക്കൂ, രക്ഷിക്കൂ പ്ലീസ്. മമ്മി, മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഈ ടെററിസ്റ്റ് കാണാൻ മാത്രമേ ഭീകരനെ പോലുള്ള ആള് ലോല ഹൃദയനാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ഓർമ്മയുണ്ടോ നിനക്ക്, നമ്മൾ ഒരു ദിവസം ഡോക്ടർ ജഡ്കോയുടെ പ്ലെയിൻ ഓടിച്ചത്? വാ, ഇത് നമുക്ക് പറപ്പിക്കാം. എന്തിനാണ് നീയൊക്കെ മേലോട്ട് പോകുന്നത്? ഇത് അങ്ങ് മേലോട്ട് പോകാനുള്ള വഴിയാ. താഴോട്ട് പോടാ, താഴോട്ട് പോവാൻ, താഴോട്ട് പോടാ. ഹെൽപ്പ് മീ. നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? താഴെ കടലാണ്. ഈ പോക്കും അങ്ങ് മേലോട്ട് പോകാനുള്ള പോക്കാ പോകുന്നത്. എന്നെ രക്ഷിക്ക്. ഇനി നീ ജീവിതത്തിൽ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാൻ ഇറങ്ങോ? സോറി, ഇനി ഒരിക്കലും ചെയ്യൂല. ഈ ഒരു തവണ രക്ഷിക്ക് പ്ലീസ്. ഇനി നോക്കിക്കോ ഞാൻ ഈ പ്ലെയിൻ എങ്ങനെയാണ് പറപ്പിക്കുന്നതെന്ന്. മോട്ടു, ഇനി സൂക്ഷിക്ക്. ഇപ്പൊ കുറച്ച് പതുക്കെ പോ. പെട്ടെന്ന് എങ്ങനെ ഇത്രയും ശാന്തത ഉണ്ടാകുന്നേ? എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഇത് കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പുള്ള ശാന്തതയാണ്. പ്ലെയിനിന്റെ 2 എഞ്ചിനും പ്രവർത്തനരഹിതമായിരിക്കുക. എന്ത്? അതുകൊണ്ടെന്താ, പ്ലെയിൻ നേരെ പറക്കുന്നുണ്ടല്ലോ. പോയെ നിന്നോട് പറയുന്നത്, വഴിന്ന് മാറ്. ആ പ്രാവിനെ വിട്ടിട്ട് നീ മര്യാദക്ക് പ്ലെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യേ. താങ്ക് യു. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം ബോസ്. എന്റെ ഹീറോ, എന്റെ സ്റ്റാർ. Why fear when Chingam is here? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. എന്റെ അമ്മോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലെയിൻ കാണുന്നത്. ഹൈജാക്ക് ചെയ്ത് പ്ലെയിൻ ക്രാഷ് ആയിട്ട് പോലും ജനങ്ങൾ പിക്നിക് പോലെ ആഘോഷിക്കുകയാണല്ലോ. എന്ത് പറയാനാ ചിക്കും സാറേ, വെറും വയറ്റിൽ എപ്പോഴും എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലല്ലോ. അതുകൊണ്ട് എന്നെ വിശപ്പ് മാറ്റാനുള്ള വഴി നോക്കുക ഇവരൊക്കെ. അല്ല പത്ലു, നമുക്ക് ഇതുപോലെയുള്ള സാമൂഹ്യ
സേവനത്തിനൊക്കെ ഇറങ്ങിയാൽ നല്ല കാര്യമായിരിക്കില്ലേ? അവാർഡുകളും കിട്ടുമല്ലോ. മാത്രമല്ല ടിവിയിൽ നമ്മുടെ ഇന്റർവ്യൂ വരും. എനിക്ക് സമ്മതമാണ്. ചായക്കാരൻ ചേട്ടാ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ സാമൂഹ്യ സേവനം ചെയ്യാൻ വേണ്ടി വരുന്നോ? എന്തു പറയാനാ, നിങ്ങളുടെ കൂടെ സാമൂഹ്യ പ്രവർത്തനത്തിന് വന്നാലേ എന്റെ ഈ കട ആര് നടത്തും? ചേട്ടാ, നിങ്ങൾക്ക് ഈ കടയിൽ ഇരുന്നോണ്ട് തന്നെ നല്ലപോലെ സാമൂഹ്യ സേവനം ചെയ്യാലോ. അതെങ്ങനെ? ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമൂസ തരൂ. ഇതും ഒരു സാമൂഹ്യ സേവനമല്ലേ? ഓ, അപ്പൊ അതാണ് കാര്യം. സാമൂഹ്യ സേവനത്തിന്റെ പേരും പറഞ്ഞ് എന്റെ സമോസ ഫ്രീ ആയിട്ട് തിന്നാനുള്ള അടവാണല്ലേ? അത് നടക്കില്ല. സങ്കല്പിക്കൂ ചേട്ടാ, സങ്കല്പിക്കൂ. ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് സമൂസ തരുന്നു. ഞങ്ങൾ ആ സമൂസകൾ കഴിക്കുന്നു. അവിടെ നോക്കൂ, ടിവിയിൽ അങ്ങയുടെ ഇന്റർവ്യൂ വരും. പുറകിൽ ഒരുപാട് അവാർഡുകളും വരും. ജനങ്ങൾ മുഴുവൻ അങ്ങയുടെ ആരാധകരായി മാറും. എന്റെ എല്ലാ സമോസയും തിന്നു തീർത്തോ? എന്നെ ഞാനിതാ ശരിയാക്കി തരുന്നുണ്ട്. ചേട്ടാ, ചിന്തിക്കൂ. അവിടെ നിക്കവിടെ. ഓർത്തിരിക്കുക, ആലോചിക്കുക. ഞാൻ അവനെ വെറുതെ വിടരുത്. എത്രാന്ന് വെച്ചാ ക്ഷമിക്കുക. പത്ലു, നീ എന്റെ കൈ കൊണ്ട് മോട്ടുവിനെ സമോസ തീറ്റിക്കായിരുന്നു അല്ലേ? ചായക്കട ചേട്ടൻ സാമൂഹ്യ സേവനം ചെയ്താലും ഇല്ലേലും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. കണ്ടില്ലേ, ഒരു ചെറിയ കുട്ടി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത്. വരൂ, നമുക്ക് അവനെ ചെന്ന് സഹായിക്കാം. അല്ല കുട്ട, ഞാൻ നിന്നെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കാം. ഗുഡ് ബോയ്. ഞാൻ നിന്നെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കാം. ഞാൻ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കാം. ആദ്യം ഞാനായി കുഞ്ഞിനെ എടുത്തത്. അടിക്കല്ലേ, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. തന്നെ അടിക്കാതെ. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അല്ലെങ്കിൽ ആ സ്ത്രീ നമ്മളെ അടിച്ചടിച്ച് ഒരു പരിവാക്കിയിട്ടുണ്ടാകും. ഇന്നത്തെ കാലത്ത് നല്ലത് ചെയ്തിട്ടൊന്നും പ്രയോജനമില്ല. നല്ലത് ചെയ്ത കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് നോക്കൂ, നമുക്ക് ചെന്ന് അവരെ സഹായിക്കാം. മാത്രമല്ല, അവര് വലിയ അപകടകാരിയുമല്ല. കൂട്ടുകാരെ, ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരാ. നിങ്ങൾ തളർന്നിരിക്കുവല്ലേ? ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ സഹായിക്കാം. ഒരുപാട് നന്ദിയുണ്ട്. ആദ്യം കയ്യിലുള്ള വേർപ്പൊക്കെ തുടക്കട്ടെ, ഇല്ലെങ്കിൽ കയറ് കയ്യിൽ നിന്ന് വഴുതി പോയാലോ. ഞങ്ങളുടെ ഫ്രിഡ്ജ് നശിപ്പിച്ച് മര്യാദക്ക് ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ പൈസ ആടും. മുഴുവൻ പൈസ തരണം. 20,000 രൂപയുടെ ഫ്രിഡ്ജായിരുന്നു. പക്ഷേ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ? അതിന് ഞങ്ങൾ നിങ്ങളെ സഹായത്തിനൊന്നും വിളിച്ചില്ലല്ലോ. നിങ്ങളല്ലേ ഇങ്ങോട്ട് കേറി വന്നത്. എന്റെ ഫ്രിഡ്ജിന്റെ പൈസ ആടോ, എന്നിട്ട് വേഗം സ്ഥലം വിട്ടു. അതിന് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. വേണ്ട. കസിട്ട്, എന്റെ ചങ്ക പെട്ടെന്ന് വൃത്തിയാക്ക്. നമുക്കിനി ഒരുപാട് ജോലിയുള്ളതാ. പൊളിക്കടുത്തല്ലോ. ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ നടുവേദനിച്ചിട്ട് വങ്ങിയ. എന്റെ വല്യേട്ടാ, ഞങ്ങള് സാമൂഹ്യ സേവനം ചെയ്യാൻ ഇറങ്ങിയതാ. പക്ഷെ ആർക്കും ഞങ്ങളുടെ സഹായം വേണ്ടത്രേ.
ഞങ്ങൾ എത്രത്തോളം സേവനം ചെയ്തോ അത്രത്തോളം അടി കിട്ടി. മോട്ടു പത്ലു, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആദ്യം സ്വന്തം വീട്ടിൽ തന്നെ ആയിക്കോട്ടെ സേവനം, എന്നിട്ട് മതി പുറത്ത്. ശരി ഘസീട്ടാറാം, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളാം. അതെ, ഇതും നിങ്ങളുടെ വീട് പോലെ തന്നെ അല്ലേ? സാമൂഹ്യ സേവനം ഇവിടുന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇത് കണ്ടോ, നിലം എത്ര വൃത്തികേടാണെന്ന്. നിങ്ങൾ രണ്ടാളും ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കിക്കോളൂ. ഈ കെമിക്കല് വെള്ളത്തിൽ കലർത്തിയിട്ട് നിലം തുടയ്ക്കാം, അപ്പൊ കുറച്ചുകൂടെ വൃത്തിയാവും. ഓയ് പത്ലു, എന്റെ കെമിക്കലിന്റെ ജാറ് ഞാൻ എവിടെയാണല്ലോ വെച്ചിരുന്നത്, കാണുന്നില്ല. ഓ അതാണോ? അത് മോട്ടോ എടുത്ത് വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് ഇപ്പൊ തറ തുടയ്ക്കുന്നത്. ഓയ് മോട്ടു, നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? വലിയേട്ടാ, ഒന്നിങ്ങോട്ട് നോക്ക് വലിയേട്ടാ, എത്ര ഭംഗിയിലാ വൃത്തിയാക്കിയെന്ന്. അഴുക്കിന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് കണ്ടില്ലേ? പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അംശം പോലും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. ഓടിക്കോ. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ രണ്ടാളും എന്തങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കാരണം ഞങ്ങളുടെ സാമൂഹ്യ സേവനം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാ അവാർഡ് മേടിക്കുക? പൊളിച്ചെടുത്തല്ലോ. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തരാം. ഈ റോഡ് മുഴുവനും വൃത്തിയാക്കിക്കോളൂ. അതും ഒരു സാമൂഹ്യ സേവനമാണല്ലോ. ഫുർഫുറെ നഗരം നിങ്ങൾ വൃത്തിയാക്കിയാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ പ്രശംസിക്കുമല്ലോ. നല്ല ഐഡിയ ആണല്ലോ. വാ മോട്ടു. ഏത് പ്രാന്തനാണ് അവിടെ ഇത്രയും പൊടി ഇളക്കി വിടുന്നത്? അടിക്കണവന്മാരെ, ഇവന്മാര് കാരണമാ ആക്സിഡന്റ് ഉണ്ടായേ. വിടരുതവന്മാരെ, അടിക്കടാവന്മാരെ, അടിക്കടാവന്മാരെ. അടിക്കണവന്മാരെ, വിടരുത് ഒരുത്തനെ. മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നമ്മൾ സാമൂഹ്യ സേവനം തുടങ്ങുന്നതിന് മുമ്പല്ലേ നിർത്തേണ്ടി വന്നല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും പറ. വാ, നമുക്ക് പോയി നാട്ടിലെ എല്ലാ ഡസ്റ്റ്ബിനും വൃത്തിയാക്കാം. എന്നിട്ട് പരിസരത്ത് കിടക്കുന്ന ചവറുകളൊക്കെ എടുത്ത് അതിൽ കൊണ്ടുപോയി ഇടാം. എന്ന് വരൂ. ഹാഷ് ഹുർ. ഏയ്, ഉർറ്. പോയെ ഇവിടുന്ന്. ഓനാ പറഞ്ഞത്. ഹുഷ്, ഹുഷ്, ഹുഷ്. ഹാഷ് ഹുർ. എന്തായി ചെയ്യുന്നേ? ചവറ് കഴിച്ചതൊക്കെ മതി, ഓടിക്കോ. വേഗം ഓട്. ഓടിക്കോ. ഓടാ. ഓടാ പറഞ്ഞത്. ഓടിക്കോ. മോട്ടും പത്തലും നമ്മുടെ ജീവിതം കൊളമാക്കുമെന്നാ തോന്നുന്നേ. ജീവിതമല്ല, ഭക്ഷണമാ അവന്മാര് കൊളമാക്കി. എന്റെ വായിലിരുന്ന് ഒരു എല്ലെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടങ്ങിട്ട്. എന്റെ വായിലിരുന്ന മീൻ എടുത്തോണ്ട് പോയി. നമ്മൾ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. വരൂ, അവന്മാര് രണ്ടിനെ ഒരു പാഠം പഠിപ്പിക്കണം. വരൂ, ഇന്നത്തോടെ അവന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാം നമ്മുടെ വായിൽ നിന്ന് എല്ലും കഷ്ണമൊക്കെ എടുത്തോണ്ട് പോയി എന്താ സംഭവിക്കുന്നതെന്ന്. മതി. അങ്ങനെ ഈ ഡസ്റ്റ്ബിന് കൂടെ വൃത്തിയായി. ഇനി നമുക്ക് ചെന്ന് വിശ്രമിക്കാം. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള നമ്മളുടെ ഈ സേവനം പൂർത്തിയായിരിക്കുന്നു. മോട്ടു, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. പക്ഷേ ഇവരെന്തിനാ ഇങ്ങനെ കുറച്ചോണ്ട് വരുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ സാമൂഹ്യ സേവനം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ. പത്തിലോ, ഇന്നത്തോടെ നമ്മുടെ സാമൂഹ്യ സേവനം മതി. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും നമ്മുടെ സാമൂഹ്യ സേവനം ഇഷ്ടാവുന്നില്ല.